ഇത് റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, നിങ്ങൾ അനുഭവിച്ച എന്ത് പ്രശ്നങ്ങളാണോ, നിങ്ങൾ സക്സസ് ആണോ, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സക്സസ് വരുമോ, സക്സസ് ആണോ നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ള ഒരു റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു കാർഡെന്ന് പറയുന്നത് ദി മൂണാണ്. മൂണെന്ന് പറയുമ്പോഴത്തേന് ഒരു ചീറ്റിങ്, ഒരു ബ്ലാക്ക് മാജിക്ക് ഒക്കെയുള്ള ഒരു എനർജിയാണ്. ഭയങ്കര ഇല്യൂഷൻ, ഒരുപാട് മായ പ്രവർത്തിക്കുന്നുണ്ട്, ബ്ലാക്ക് മാജിക്ക് അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ചില മായ പരിപാടികളൊക്കെ മറ്റുള്ളവർ ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. എൻ്റെ ഡെബിറ്റ് കാർഡും വന്നിട്ടുണ്ട്. ആരോ കഠിനമായ അവരുടെ നേട്ടത്തിന് വേണ്ടി മറ്റുള്ളവർ ആരാണോ ഇത് ചെയ്യുന്നത് അവരുടെ നേട്ടത്തിന് വേണ്ടി അവർ നിങ്ങളെ കരുവാക്കിക്കൊണ്ട് അതിനെതിരെ നിങ്ങളെ അവർ തളച്ചിടാനായിട്ട് ഉള്ള രീതിയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ അവരിൽ മാത്രം ഒതുങ്ങി നിങ്ങൾ നിൽക്കുക എന്നുള്ള തളച്ചിടുക, അതിനാണ് അവർ ബ്ലാക്ക് മാജിക് ചെയ്ത് നിങ്ങളെ അവരുടെ വലയിലാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അതിനുള്ള മാർഗങ്ങൾ നിങ്ങൾ തേടുക എന്നാണ് കാണുന്നത്. ഭയങ്കര ഡിസ്റ്റർബും പ്രശ്നങ്ങളും വഴക്കുകളും എപ്പോഴും മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇത് കണ്ട ഹാർട്ട് ബ്രോക്ക്, ഇതിനകത്ത് ഭയങ്കര ഹാർട്ട് ബ്രോക്കാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ മാനസികമായി ആകെപ്പാടെ തകർന്നിരിക്കുന്ന ഒരാവശ്യം, നിങ്ങളുടെ ഇമോഷണലാണ് കാണിക്കുന്നത്. ഇതിനകത്ത് നിങ്ങളുടെ ഇമോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതുപോലെ മാനസികമായി തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ ആകെപ്പാടെ മാനസികമായി തകരുമല്ലോ, അങ്ങനെ ഒരവസ്ഥയാണ്. അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആകാനാണ് പറയുന്നത്. നിങ്ങൾ രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖങ്ങളും ഭയങ്കര ലോസ്, സാമ്പത്തികപരമായുള്ള ലോസും നഷ്ടങ്ങളും, നിങ്ങൾ അസുഖമൊക്കെ പിടിച്ച് ഒരു വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഇവിടെ പല കാർമിക് ഡെത്ത് ഇവിടെ നടത്തുന്നുണ്ട്. നിങ്ങൾ ഇതിൽ നിന്നെല്ലാം പഴയ കാര്യങ്ങളെല്ലാം നിങ്ങൾ വിടുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാണുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ രക്ഷപ്പെടാനാണ് പറയുന്നത്. രക്ഷപ്പെട്ട് അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തി നിങ്ങൾ മുന്നോട്ട് പോകാൻ. എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മളതിനെല്ലാം ഒരു പരിഹാരം കാണണമല്ലോ. പരിഹാരം കണ്ട് നമ്മളതിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ ജോലി ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴത്തേനും നമുക്കതിൽ നിന്ന് നേട്ടങ്ങളെ ഉണ്ടാകത്തുള്ളൂ. പല സമയം നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഉണ്ടോ, നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രമേ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ജോലി ചെയ്യുന്ന സമയത്ത് പോലും സമാധാനമോ ഒരു സന്തോഷമോ ഒന്നുമില്ല, ആകെപ്പാടെ ഒരു വേദനിച്ച മുഖമാണ് കാണുന്നുണ്ട്. ഈ മായ അവർ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് അവരുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഓരോന്ന് ഇതുപോലെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും വേദനകൾ അനുഭവിക്കുന്നതെന്ന്. കുറച്ചൊക്കെ നമ്മുടെ കർമ്മയുണ്ട്. ഫാസ്റ്റ് ലൈഫിലായാലും ഈ ലൈഫിലായാലും നമ്മൾ ചെയ്ത കുറേ
നമ്മൾ ചെയ്ത കുറേ കർമ്മയും കൂടെ ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ കുറേ അനുഭവിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുക. അപ്പം നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും. ഇതിൽ നിന്ന് ഓണാവാമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളതിൽ വിജയം ഉണ്ടാകും. നിങ്ങൾക്ക് നല്ല സക്സസ്സും കാര്യങ്ങളും നല്ല വിക്ടറി സക്സസ് എല്ലാം ഉണ്ടാകും. വിക്ടറിയും സക്സസ്സും ഉണ്ടായി ഇതെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്കിതുപോലെ ദൈവികമായ ഈശ്വരനെ കൂടുതൽ വിളിക്കുക, ദൈവത്തെ കൂടുതൽ അറിയാം. നമുക്കൊരു സങ്കടങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഈശ്വരനെ കൂട്ടുപിടിക്കുന്നത്. പല സമയങ്ങളിലും നമ്മളുടെ അവസ്ഥ മോശമാകുമ്പോൾ നമ്മൾ ഈശ്വരനെ വിളിക്കാൻ പറയാം. അതുകൊണ്ട് നമ്മൾ കഴിവതും ഈശ്വരനെ വിളിക്കുക. ഈശ്വരനെ വിളിക്കുമ്പോൾ നമുക്ക് വരുന്ന പ്രശ്നങ്ങളെല്ലാം കുറഞ്ഞു കിട്ടി നമുക്കതിൽ നിന്ന് നല്ല സക്സസ്സായ കാര്യങ്ങൾ വരെ. ഇതിന് നമുക്ക് പരിഹാരങ്ങൾ പലതും കാണാൻ പറ്റും. നമുക്ക് ഈശ്വരനിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടും. നമുക്ക് ദൈവികമായ രീതിയിൽ പോകാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള പ്രതിഫലം ഈശ്വരൻ എന്തായാലും തിരിച്ച് കൊടുക്കാതിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ പറ്റുന്നിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ രക്ഷപ്പെടാൻ നോക്കുക. അറിവുള്ളവരോട് ഉപദേശങ്ങൾ തേടി നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമുക്കുണ്ട് ഇതിനെല്ലാം രക്ഷപ്പെടും. നല്ല മാരേജും നല്ല ഹാപ്പിയായുള്ള ജീവിതവും നിങ്ങൾക്ക് നല്ല ദൈവത്തിൽ നിന്ന് നല്ല അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ ഭാവി ജീവിതം സക്സസ് തന്നെയാണ്. ഇത് കണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകും. ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം നിങ്ങൾ പരിഹാരം കാണാമെങ്കിൽ നിങ്ങൾക്കിതുപോലെ എല്ലാ തരത്തിലുള്ള സക്സസ്സും ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇതിനകത്ത്. അത് നിങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക. ഗോഡസ് എന്താ പറയുന്നതെന്ന് നോക്കാം. ദൈവം നിങ്ങൾക്കുള്ള ഒരു ഉപദേശം തരാം. ഇതിനകത്ത് എന്ത് മാർഗം നിങ്ങൾക്ക് തേടാമെന്നുള്ളത് പറയാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം കുറിക്കുക. ഇപ്പം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവികമായ വഴിയിലൊക്കെ പോയാലും നിങ്ങൾ നേർവഴിക്ക് പോയാലും നിങ്ങളതിനെല്ലാം പരിഹാരം കണ്ട് നിങ്ങളൊരു പുതിയ തുടക്കം കുറിക്കുക. നിങ്ങളൊരു മാന്ത്രിക വ്യക്തിയെ പോലെ നിങ്ങളുടെ വ്യക്തമായ ഉദ്ദേശങ്ങൾ യാഥാർത്ഥ്യമാക്കുക. പ്രകടിപ്പിക്കുവാൻ കഴിഞ്ഞാൽ ഒരു മാന്ത്രിക വ്യക്തിയായി നിങ്ങൾ മാറുക എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് രക്ഷ നേടാനായിട്ട് നിങ്ങൾ അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തി നിങ്ങൾ മുന്നേറുക. നിങ്ങൾ സ്വതന്ത്രമായി ജീവിക്കുക. നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് നേരിടാനുള്ള ഒരു ശക്തിയുണ്ടല്ലോ, ആ ശക്തിയെ വിളിക്കുക, നമ്മളത് നേരിടുക. ഇതിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് സോഡിയം സൈൻ എന്ന് പറയുന്നത് ഫയർ എനർജിയാണ് കാണുന്നത്. മേടം, ചിങ്ങം, ധനു, ഏരീസ്, ലിയോ, സജിറ്റേറിയൻ ഈ സോഡിയം സൈനിലുള്ള ആൾക്കാരാണ് ഇതിനകത്ത് കൂടുതൽ കാണുന്നത്. അല്ലാത്തതും ഉണ്ട്. എയർ എനർജി ഉണ്ട്, എർത്ത് എനർജി ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. മോശമായ കാര്യം